എന്റെ അമ്മേ. ചതിയാണ്, കൊടുംചതി. കുറുപ്പത്ത് ഭഗവതിയുടെ പടത്തോട് നിന്നാണ് ഞാൻ മറന്നത്. എന്നോടത് വേണ്ടായിരുന്നു. എന്താ കാര്യം? ക്ഷേത്രത്തിൽ കയറി നാളികേരം ഉടച്ചത് അവനാണെന്ന കാര്യം കുഞ്ഞിന് അറിയാവുന്ന കാര്യവും എനിക്കറിയാം. ആര് പറഞ്ഞു? കേട്ടില്ലേ ഹാജര് പറഞ്ഞത്? അയാളൊരു ഇസ്ലാമാ. ആള് തെറ്റിയത് ശങ്കരനാ, എനിക്കല്ല. അയ്യോ, എന്റെ പൊന്നു കുഞ്ഞ്, അത് അവൻ തന്നെയാ. ശങ്കരൻ ഒരിക്കൽ കണ്ടാൽ ആളെ മറക്കൂല. കുഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവനെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷണമില്ലേ? കുഞ്ഞ് എന്ന് ഏട്ടന്മാരോട് തുറന്നു പറ, അത് അവൻ തന്നെയാണെന്ന്. എനിക്ക് എന്റെ ജോലിയും കിട്ടും, അവനതിന്റെ കൂലിയും കിട്ടും. ആഹാ, വേറൊന്നും വേണ്ടേ? വെറുതെ ഒരു പാവത്തിനെ തല്ലിക്കൊല്ലുന്നത് കാണോ തനിക്ക്? ആഹാ, അപ്പൊ എന്നെ തല്ലിക്കൊല്ലുന്നത് കാണാമല്ലേ? ഹാജിയാരെ പേടിച്ച് അങ്ങോട്ടും തിരിയാൻ വയ്യ, നാട്ടുകാരെ പേടിച്ച് ഇങ്ങോട്ടും തിരിയാൻ വയ്യ. ഗൗരി കുഞ്ഞെ, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനത് തെളിയിക്കും. ശങ്കരനാ പറയുന്നത്. കളരി പരമ്പര ദൈവങ്ങളാണ്, കുറുപ്പത്ത് ഭഗവതിയാണ്, പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്. ഇത് സത്യം, സത്യം, സത്യം. ഇത്രയൊന്നും പോരെ കണ്ണേട്ടോ? കേക്ക് കൊടുക്കാം. കേക്കോ? സുകുമാരൻ, എന്റെ മോൻ. പട്ടാളക്കാരൻ സുകുമാരൻ. അത് തിളച്ച ചായ. ലീവ് കിട്ടി ഉടനെ പുറപ്പെട്ടു. ഒരു കത്തെങ്കിലും എഴുതാമായിരുന്നില്ലേ? യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പട്ടാളക്കാരന് കത്തെഴുതാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട, ഞാൻ എടുക്കാം. अच्छा चलो. अरे भाई अलियार मार, तुम कैसे हो? സോറി പുട്ട്, അല്ല പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നാട്ടിൽ വരുമ്പോഴും വേണോ ഈ തോക്കും പട്ടാള വേഷവും? അതിർത്തി നിന്ന് നേരെ ഇങ്ങോട്ട് വണ്ടി കയറിയായിരിക്കും. അല്ല, ഈ റെയിൽവേ പോർട്ടർമാരുടെ പിടിച്ചുപറി ഒഴിവാക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. ഈ വേഷവും തോക്കും ഒക്കെ കണ്ടാൽ കൊടുക്കുന്നത് ഭംഗി മിണ്ടാതെ വെക്കും. अच्छा क्या समाचार गाँव में? क्या ये कौन है? കുഞ്ഞാലിക്കുട്ടി, സ്കൂളിലെ പുതിയ മലയാളം മാഷ. अच्छा സോറി പുട്ട്. अच्छा ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളായിരിക്കും അല്ലേ? യാ യാ. കല്യാണം ഉറപ്പിച്ചപ്പോഴേക്കും മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കും സുകുമാരനങ്ങ് തടിച്ചു കൊഴുത്തുരുണ്ട് കറുത്ത കരിമന്തി പോലെയായി. अच्छा എവിടെ എന്റെ പ്രതിശ്രുത വധുവിന്റെ ഫോട്ടോ എടുത്തോണ്ട് വരൂ, കാണട്ടെ. അതിപ്പോ എന്ത് കാണാനിരിക്കുന്നു? ഭാർഗിയുടെ മോളെ നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുള്ളത് പണ്ടല്ലേ. ഹവിൽദാർ സുകുമാരൻ നായരുടെ ഭാര്യ ആവാനുള്ള യോഗ്യത അവൾക്ക് ഇപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയണ്ടേ? ചലോ ചലോ, എടുക്കൂ. എന്റെ കാലുവാ. സോറി. എന്നടാ, ശരിക്കും നോക്കിക്കോ, കൊച്ചിനെ കണ്ട വെണ്ണല്ല ഇപ്പൊ. നല്ല അസല് വണ്ടി. ഹജ്ജാവോ, അന്യന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഈ ആവേശം അത്ര നല്ലതല്ല. ബസ് ബസ് കഴിച്ചു വെക്കുള്ളൂ വെക്കുള്ളൂ. പേടി വെക്കണം ഇവനെയൊക്കെ. നല്ല സ്വയം സ്കൂൾ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചതാണ്. നിർഭാഗ്യവശാൽ നമുക്കതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. നാം അതിൽ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാര്യക്ഷമതയില്ലാതെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അലിയാർ മാഷ്ക്ക് ഇതേക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനരഹിതമായത് ഡ്രിൽ മാഷ എന്റെ കുഴപ്പം കൊണ്ടല്ല. എല്ലാ സ്കൂളുകളിലും ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ വെച്ച് ബാൻഡ് പഠിപ്പിക്കുമ്പോ
ഇവിടെ മാത്രം രാവണന്റെ കാലത്തുള്ള ഒരു പെരുമ്പറ മുഴക്കിയാണ് കുട്ടികളെ ബാൻഡ് പരിശീലിപ്പിക്കുന്നത്. ആദ്യം ഇതിനുള്ള മറുപടി മാനേജ്മെന്റ് പറയട്ടെ. അല്ലാതെ എല്ലാ കുറ്റങ്ങളും ഡ്രിൽ മാസ്റ്റർ തലയെ കെട്ടി വെച്ചിട്ട് ഒഴിഞ്ഞു മാറുകയല്ലേ വേണ്ടത്. ഈ ജാതി പരിപാടി രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചാൽ മതി കേട്ടോ മുകുന്ദം മാഷേ. അലിയാർ മാഷി ചൂടാവണ്ട, എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കണമെന്ന് എനിക്കൊരു അഭിപ്രായം. അയ്യയ്യേ, ബഹുവിധ വർണ്ണങ്ങളോടുകൂടിയ കുഞ്ഞു മനസ്സുകൾ ഇവിടെ കോഴി കുഞ്ഞുങ്ങളെ പോലെ തത്തിക്കളിക്കുന്നുണ്ടിട്ട് മാഷിക്ക് സൈക്കിളിലല്ലേ? കുഞ്ഞാലിക്കുട്ടി മാഷ് പറഞ്ഞതിനോട് യോജിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കലാപരമായ വാസനയുള്ള നിരവധി കുട്ടികൾ നമുക്കുണ്ട്. അവരുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തണം. അതുകൊണ്ട് അതിന്റെ ചുമതല ഞാൻ കുഞ്ഞാലിക്കുട്ടി മാഷയെ ഏൽപ്പിക്കും. ഇല്ല, ഈ നിർദ്ദേശം ശുദ്ധ അസംബന്ധമാണ്. ഇതിനാരും പിന്താങ്ങുന്നില്ല. നാളെ ഇതുവരെ ഈ സ്കൂളിലുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എന്റെ മേൽനോട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ആ ഗതികേടോർത്താണ് ഇത്തവണ ഒരു മാറ്റം വേണമെന്ന് തീരുമാനിച്ചത്. മാഷ, ഇത് കടുത്ത അനീതിയാണ്. ദീർഘകാലം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കായിക കലാകാരന്റെ കലാഹൃദയത്തോട് കാട്ടുന്ന കൊടും ക്രൂരതയാണിത്. ഈ മീറ്റിംഗ് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു. ഞങ്ങളെന്ന് വെച്ചാ ജമീല ടീച്ചറെ വരൂ. ഞാൻ വരുന്നില്ല. യമുന ടീച്ചറെ വരൂ. ഞാനും ഇല്ല. അല്ല, വേണ്ട. കരിങ്കാലികളാണ് ഹാജിയാര്. എന്താ ഇവിടെ ഒരു ബഹളം? പുതിയ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന്റെ ആഹ്ലാദ തിമിർപ്പിലാണേ. എന്താണ് നടപ്പിലാക്കിയത്? ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞാലിക്കുട്ടി മാഷെ ഏൽപ്പിക്കാനുള്ള എന്റെ തീരുമാനം അംഗീകരിച്ചു, പാസാക്കി. പക്ഷെ അതിനെ എതിർക്കാനും ചിലരുണ്ടേ. കഴിവും ആത്മാർത്ഥയും വെച്ച് നോക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി മാഷ് തന്നെയാണല്ലോ അതിനർഹൻ. അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കൺഗ്രാചുലേഷൻസ്, എനിക്ക് സന്തോഷമാണ്. ആഹാ, വന്നല്ലോ. അലിയാർ മാഷിനെ കുറിച്ച് പറയായിരുന്നു ഞങ്ങളിവിടെ. എന്നെ പറ്റി പറയുമ്പോ പൊട്ടിച്ചിരിക്കാൻ ഞാൻ എന്താ സർക്കസ് പഫൂണോ? ദേ മാഷെ, നിങ്ങൾ തന്നെ താൻ പുകഴ്ത്തി പറയുന്നത് മഹാവൃത്തികെട്ട സ്വഭാവമാണ്. പ്യൂണേ, എന്താ മാഷെ? ബാപ്പായെ കയറി ബാപ്പുട്ടിക്കാന്ന് വിളിക്കരുത്. കേവലം ഒരു പിയൂണിന്റെ വളിച്ച തമാശ കേട്ട് ചിരിക്കുന്ന അധ്യാപകരുടെ നിലവാര തകർച്ച. ചിരിക്കണ്ട, എല്ലാവരും കണ്ടോ? ഡൽഹിയിലെ ഭാരതോത്സവത്തെ പോലും വെല്ലുന്ന പ്രകടനങ്ങൾ അടുത്ത യുവജനോത്സവത്തിന് എന്റെ കുട്ടികൾ കാഴ്ചവെക്കും. അത് വാർത്താ മാധ്യമങ്ങളുടെ മുൻ പേജിൽ സ്ഥാനം പിടിക്കും. അലിയാർ എന്ന ദ്രോണാചാര്യർ. അതുവരെ ഈ ആചാര്യന് ഉറക്കമില്ല. 1 2 3 4. കാലങ്ങൾ പുരോഗമിച്ചിട്ടും പരിഷ്കാരങ്ങൾ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ചില ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. എന്താ പക്ഷേ ഈ ശബ്ദം കാരണം എനിക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ശാകുന്തളവും നളചരുതും അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന ബാൻഡാ. ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. എന്റെ ഡിപ്പാർട്ട്മെന്റ് ചലനമറ്റ് കിടക്കുകയാണെന്നാണല്ലോ പരാതി. പരാതി മാറട്ടെ. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോയി ചെയ്. എനിക്കുണ്ട് പറയാൻ. ചക്രം മുടക്കി ഹാജിയാര് മുറികൾ കെട്ടിയിട്ടിരിക്കുന്നതേ പിള്ളേരെ പഠിപ്പിക്കാനാ. അല്ലാതെ പിള്ളേരെ മരത്തിന്റെ മൂട്ടിക്കൊണ്ടു വെച്ചാൽ പഠിപ്പിക്കേണ്ടത്. ഇയാടെ ഓരോ പരിഷ്കാരങ്ങൾ. ഇതെന്തുവാ, ശാന്തിനികേതനോ? കുട്ടികളുടെ തലേ കാക്ക തൂറി അതിന് ഉത്തരം മാഷ് പറയേണ്ടി വരും. മാഷെ, ഞാൻ വീണ്ടും പറയുകയാണ്, ആചാര്യ അറിയിച്ചാൽ രൂക്ഷമായ പ്രത്യാഘാതം ഉണ്ടാവും. കമാൻ പ്ലേ. മാഷേ, അല്ലോ പേപ്പട്ടി. പി.ടി. മാഷേ, ഇത് ഞാനാ. ഉണക്കച്ചുള്ളിയാണെങ്കിലും നല്ല ബലമാണല്ലോടോ. എന്തുവാടോ? കുഞ്ഞാലിക്കുട്ടി മാഷോടല്ലേ മാഷ് താമസിക്കുന്നത്? അലിയാര് മാഷ കൂടെയാണ് കുഞ്ഞാലിക്കുട്ടി മാഷ് താമസിക്കുന്നത്. മാഷെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ആ. എനിക്ക് ആള് തെറ്റിയിട്ടില്ല. അവൻ തന്നെയാ നാളികേരം ഉടച്ചത്. ആ പെങ്കൊച്ചിനെ ആള് തെറ്റിയത്. എടോ കുറുപ്പന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരേത് എനിക്ക്. ഇനി ആ ഹാജിയരുടെ കയ്യിൽ നിന്ന് കൂടി കിട്ടണമായിരിക്കും. അതും കൂടി താങ്ങാനുള്ള ആരോഗ്യം തന്റെ ശരീരത്തിനില്ല. എന്റെ പൊന്നു മാഷെ, ഞാൻ പറയുന്നത് സത്യമാണ്. ഓക്രിത്തരം പറഞ്ഞു. ഒരു ഇസ്ലാം എന്തിനാണോ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ കയറുന്നത്? എന്തിനാണോ കയറുന്നത്? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ശ്രീകോവിന് മുമ്പിൽ നിന്നവൻ സ്വത്രം ചൊല്ലുന്നത് ഇങ്ങനെ: സസ്തികസ്തം വിരൂപാശം നേരെ ചൊവ്വേ ഖുറാൻ വായിക്കാൻ അറിയില്ല അവന്. പിന്നെ ആ ഭഗവതി സ്തോത്രം ചൊല്ലുന്നു. ഇപ്പൊ പറഞ്ഞത് സത്യം. ഖുറാൻ വായിക്കാൻ അറിയില്ല മാഷെ. അവൻ ഇസ്ലാമേ അല്ല. അതെ മാഷെ, എനിക്ക് ബലമായ സംശയമുണ്ട്. ഓടോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എനിക്ക് സംശയമുണ്ടോ? ഉണ്ട്, ഉറപ്പാ.
എന്നാ എനിക്കും ഉണ്ട്. എന്നാൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. അവന്റെ തളിക ഇന്ന് പുറത്താവും. മാഷ് പോയി ഹാജിയാരോട് പറ. ഹാജിയാരേ! 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 എന്താ മാഷ ഇങ്ങനെ ഓടുന്നത്? ഹാജിയാർ എവിടെ? ഓഫീസിലുണ്ട്. എന്താ കാര്യം? ഹാജിയാർ എവിടെ? ഓഫീസിലുണ്ട്. എന്താ കാര്യം? അതെ, അരിയാരെന്തിനാ ഓടുന്നേ? ചതിച്ചു ഹാജിയാരെ, ചതിച്ചു. എന്താ? ആ കുഞ്ഞാലിക്കുട്ടി ഇസ്ലാം വേഷം കെട്ടി വന്നിരിക്കുക. അവ ഇസ്ലാമേ അല്ല, ഹിന്ദുവാ. എന്താ മാഷേ? ഒന്ന് ഉറക്കട്ടെ. ഇത് സത്യമാണോ ഒന്നുകൂടെ ഉറക്കട്ടെ, എന്നിട്ട് മതി ഹാജിയാരെ അറിയിക്കുന്നത്. നീ വിഷമിക്കാതിരി, ഇക്കാര്യം ഞാൻ ഏറ്റു. കുറുപ്പന്മാരും ഹാജിയാരും പിന്നെ ഞാനും നീ ഉൾപ്പെടുന്ന ഈ നാട്ടുകാര് മുഴുവൻ ചേർന്ന് ആട്ടിച്ചവന്റെ അസ്ഥി ഇളക്കുന്നത് ഈ മലപ്പുറം കാണും. ഇല്ലെങ്കിൽ ആ മുട്ടയടിച്ചടക്കും. ഞാനും മുട്ട അടിക്കേണ്ടി വരുമോ? പോടാ. ഓ.